സ്നേഹം വളരെ മനോഹരമാണ് അല്ലേ? സ്നേഹവും കെയറും അത് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഈയിടെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഒരു യാത്ര പോയി. അപ്പോഴുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഭിന്നശേഷിക്കാരെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അതായത് എനിക്കൊരു ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ കാലിൻ്റെ പാദം അവിടെ വളരെ ഡാമേജ് ആയി കിടക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ ഉയരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെരുപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നടക്കാറ്. എനിക്ക് കൂടുതലധികം നടക്കാനൊന്നും കഴിയില്ല, സ്റ്റിക്ക് വേണം നടക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്നെ വെച്ചിട്ടാണ് എൻ്റെ സഹപ്രവർത്തകർ ഒരു യാത്ര പോയിട്ടുള്ളത്. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഒരു നിമിഷം പോലും ഒറ്റപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അവർ എനിക്ക് കൂട്ടായി കുന്നുകൾ കയറുമ്പോൾ, സ്റ്റെപ്പുകൾ കയറുമ്പോൾ എല്ലാം അവർ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അവർ എന്നെ ചേർത്ത് നിർത്തി, സൂക്ഷിച്ച്, കാത്ത് എന്നെ പിടിച്ചാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഒരു നിമിഷം പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർ എന്നെ അവരോടൊപ്പം കൂട്ടിയിട്ടുണ്ട്. അവരുടെ സ്നേഹം, അവരുടെ കരുതൽ, അവരുടെ ആത്മാർത്ഥത എനിക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് ഒരനുഭവം ഉണ്ടായി. നമുക്ക് ദൈവത്തിൻ്റെ ഒരു കളികളെന്നോ അല്ലെങ്കിൽ വികൃതിയെന്നോ അതല്ലെങ്കിൽ വിധിയെന്നോ എന്നൊക്കെ നമ്മൾ വിളിച്ച് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ സങ്കല്പിക്കുന്ന, നമ്മൾ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരു നിമിഷത്തിൽ ഞാനൊരു പടുകുഴിയിലേക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം തകർന്ന ഒരവസ്ഥ. അന്ന് ഇവരെല്ലാവരും എന്നെ ഒന്നിച്ചു നിന്ന് ഈ പടുകുഴിയിൽ നിന്ന് കരകയറ്റിയവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം എനിക്ക് വളരെയധികം മുമ്പേ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാരെ കുറിച്ചുള്ള എൻ്റെ നന്ദി നിങ്ങൾക്കും അനുഭവിക്കാവുന്നതാണ്. ഇത് കാണുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽപ്പക്കത്തോ നിങ്ങളുടെ ചുറ്റുപാടൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ ജന്മന ഇങ്ങനെ ആയവരാവാം, അല്ലെങ്കിൽ ഇതുപോലെ എന്നെപ്പോലെ വല്ല ആക്സിഡൻറ്റ് പോലത്തെ കാര്യങ്ങളുണ്ടായിട്ട് ഇങ്ങനെ ആയവരാണ്. എങ്ങനെയാവട്ടെ, ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക. അവരുടെ ജീവിതത്തിൽ ഒരു മെഴുകുതിരി വെട്ടമെങ്കിൽ നിങ്ങൾക്കാവാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു കാര്യമായിരിക്കും. കാരണം സ്നേഹവും കരുതലും ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ മാതാപിതാക്കൾ ഇവരെല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഒരാളുടെ കരുതൽ മറ്റൊരാളുടെ ജീവിതം അടിമുടി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അവരുടെ പരിമിതികളെല്ലാം മാറ്റി അവരുടെ എല്ലാവിധ സാധ്യതകളും അവർക്ക് നേടിക്കൊടുക്കാനും എല്ലാം അവർക്ക് കഴിയുമെന്നുള്ളതാണ്. ഇങ്ങനെ സപ്പോർട്ടുള്ള ഒരാളുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മൾ ഒരാളെ ഉയർത്തുമ്പോൾ നമ്മൾ തന്നെയാണ് ഉയരുന്നത്. നമ്മൾ ഉയരണം, നമ്മൾ വിജയിക്കണം, നമ്മൾ വലിയ ആളാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ടത് നമ്മുടെ ഈഗോയെ മാറ്റിവെക്കുക. നമ്മളുടെ ഞാൻ എന്ന ഭാവത്തെ, ആ ഒരു അഹന്തയെ നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് നൽകുന്നവരാകുക. അത് അറിവാവട്ടെ, സ്നേഹമാവട്ടെ, സന്തോഷമാവട്ടെ, എല്ലാം മറ്റുള്ളവരിലേക്ക് നൽകുന്നവരായി നമ്മൾ മാറുക എന്നുള്ളതാണ്.
ഇങ്ങനെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അൺകണ്ടീഷണൽ ആയിട്ടായിരിക്കണം. നമ്മൾ എന്തെങ്കിലും അവരിൽ നിന്ന് നേടണം എന്ന് കരുതിയിട്ടാവരുത്. നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ പ്യുവറായിരിക്കണം. അങ്ങനെ ഏറ്റവും നല്ല ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നൽകുന്നത് എങ്കിൽ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറുമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ, എൻ്റെ സഹപ്രവർത്തകരുടെ, എൻ്റെ കൂട്ടുകാരുടെ ഇൻറ്റൻഷൻ വളരെയധികം നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ വിഷമമായപ്പോൾ അവർ എനിക്ക് കരുത്തായി കൂടെ നിന്നു. ഞാൻ വടി ഉപയോഗിച്ചാണ് നടന്നത്, പക്ഷേ അവർ എൻ്റെ കൂടെ എൻ്റെ ഹൃദയത്തെ താങ്ങിയാണ് അവർ നടന്നിട്ടുള്ളത്. സ്നേഹമുണ്ടെങ്കിൽ ദൂരമില്ല എന്നുള്ളതാണ്, അവിടെ തടസ്സമില്ല. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ വളരെ വളരെ എളുപ്പമായി തീരും. സ്നേഹത്തോടു കൂടെ നടന്നു എൻ്റെ ഓരോ ചുവടിലും ശ്രദ്ധയോടെ എന്നെ കൈപ്പിടിച്ച് നടന്ന എൻ്റെ കൂട്ടുകാർ, അവരെനിക്ക് ദൈവം തന്നിട്ടുള്ളതാണ്. അവർ എന്ന് പറയുന്നത് എനിക്കെൻ്റെ സഹോദരങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ അവരെ കാണുന്നത്. അവരിലേക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള എൻ്റെ കടപ്പാടും നന്ദിയും എല്ലാം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ ഹോൾഡിംഗ് മൈ ഹാൻഡ് when I needed it the most. Your love, care and friendship mean the world to me.